സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ബട്ട് വലിയ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൾട്ട് മെൻറ്റാലിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആരാധന, ഫാൻസ്, ചിന്തിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് ഓർ മേ ബി ലൈക്ക് നല്ലൊരു കുഴിയായിരുന്നു കേട്ടോ. അതും ഹോണ്ട നടുക്ക്. ഇത് NH ആണോ SH ആണോ? ഫ്ലെക്സൊക്കെ വെക്കണ്ടേ ഇനി? മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഡിം റൈറ്റ് അടിച്ച് വന്ന് എൻ്റെ വണ്ടി കുഴിക്കണം. ഇവിടെ മറ്റുള്ളവരെ ആ ഒരു സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആ ഒരു സെറ്റപ്പ്, ഒരു കരുതലോ ഒരു ഒന്നുമില്ല. മാവേലി നാട് വാണിടും കാലം പോലെ ആവണമെന്നില്ല, എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേടേ. ചെറുക്കന്മാരിക്കുന്നു. ഞാൻ പോട്ടാ അമ്മ. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നല്ല പോളി ഡ്രൈവർ ആരാണോ എന്തോ ഗുഡ്. പക്ഷെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്താൽ മതി കറക്റ്റ് ടൈമിൽ. പുള്ളിക്കാരൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ആ ഓക്കെ, ബോധമുണ്ട്. പേടിയുണ്ടാ ഹോൺ അടിക്കുന്നത്? ആര് പെടലിക്ക് വന്ന് കയറുമെന്ന് പറയാൻ പറ്റൂല. അയ്യോ, അതാ ഷുഡ് ബി കൺസിഡർഡ് ആസ് ജേ വാക്കിംഗ്. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അതല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് പതറിപ്പോയി വെട്ടിച്ച് അപ്പുറത്ത് പോയി ഇടിക്കുകയാണെങ്കിലോ? എല്ലാവരും നോക്കുമ്പോൾ ഇടിക്കുന്ന മാത്രമേ ഉള്ളൂ. എന്താണ് കാരണം? റൂട്ട് കോസ് കണ്ടോ? LDF പോലും എല്ലാം ശരിയാവും. ഈ റോഡിലൊക്കെ ഫ്ലെക്സ് വയ്ക്കണം. നമ്മൾ സെറ്റ് ചെയ്ത റോഡാണെന്ന്. NH മാത്രമല്ല. അത് നമ്മുടെ ടീംസ്, റോഡിലെ രാജാക്കൾ. എന്താ ഇൻഡിക്കേറ്റർ? മെയിൻ റോഡാണ് കൂട്ടുകാരൻ. എനിക്ക് അറിഞ്ഞൂടാ. ഇൻഡിക്കേറ്റർ ഇട്ടേ തിരിയാവുമെന്നാണ്. മുമ്പ് ഓട്ടോക്കാർക്കൊക്കെ ഒരു ചെറിയൊരു നടുക്കൊരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫ്രണ്ടിൽ 2 ലൈറ്റൊക്കെ വന്നപ്പം അതങ്ങ് ബ്രൈറ്റ് ഇട്ട് അങ്ങ് ഓടിക്കുക. എന്നുവെച്ചാൽ നമ്മൾ മാത്രം കണ്ടാൽ മതി, വേറെ ആരും അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നടുക്കുന്ന് സംസാരിച്ചാലേ കറക്റ്റ് കാര്യം പറയാൻ പറ്റത്തുള്ളൂ.
റൈറ്റ് അടിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ പ്രൊസീജിയർ, ഒന്നുമേ കാണാൻ പറ്റത്തില്ല. ഡിം അടിച്ചിട്ടാണ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത്. പക്ഷെ നമ്മൾ വരണ വഴിക്ക് എക്കോ കണ്ടില്ലേ ഹൈവേയിൽ വെച്ച്, അതേപോലെ ചെയ്തില്ല. നമ്മളിങ്ങനെ ഒരു 50-60 പോയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ക്യാമറയുണ്ട്, വർഷങ്ങളായിട്ടിരിക്കുന്ന ക്യാമറയാണ്. അതിൻ്റെ ലൈനാണോ താഴെ കൊടുത്തേക്കുന്നത്. എത്രയാണ് സ്പീഡ് ലിമിറ്റ് എന്നോ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഞാനൊരു ദിവസം ബൈക്കിൽ പോയപ്പോൾ 40 ആവാനാണ് സാധ്യത. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ബൈക്കിൽ പോയപ്പോൾ ഞാൻ ഒരു 50-ലായിരിക്കും പോയത്, അല്ലെങ്കിൽ 45-50 എങ്ങാണ്ടായിരുന്നു. എനിക്കൊരു പെറ്റി വന്നിട്ടുണ്ട് 400 രൂപ. അടുത്ത ക്യാമറ